ബുസ്രാജ് ആലോചിച്ചിരിക്കണേ? നമുക്കിവിടുന്ന് പോവല്ലമ്മ. അങ്ങനെയാണ് പോകാൻ പറ്റും? രണ്ടു വർത്താനം പറയാതെ. ഇത്ര നന്ദില്ലാത്തവരാണ് ഇവലെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്റെ വാപ്പ പറയും എന്റെ കുടുംബക്കാര് വിശ്വസിക്കാൻ പറ്റൂലെന്ന്. എങ്ങനെ ഉത്തർക്കണോ? അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കേണ്ട താത്ത? എന്നാൽ ഈ പണി ഞങ്ങളോട് ചെയ്യേണ്ടിയിരുന്നില്ല. കാട്ടിയത് എത്ര കാട്ടിയതെന്നോ? നിങ്ങള് പാങ്ങളിയും പെങ്ങളും മകനും മരുവളും എല്ലാരും ഇപ്പൊ നിങ്ങൾ ഒന്നായി. കഴിഞ്ഞതൊക്കെ നിങ്ങളാണ് മറന്നു. ഞാൻ ഇതിനെന്താ കാട്ടേണ്ടതും കൂടി പറഞ്ഞു തരും. ഇത്രയും കാലം എന്റെ ബുസ്റാനെ സെക്യൂറെ കൊണ്ട് കെട്ടിച്ചാ പറയുന്നു. ഇപ്പൊ സെക്യൂർ ഇതാ റസിയാബിനെ കെട്ടാൻ നടക്കുന്നു. ഞാൻ മലയാളം അല്ല താത്താനോട് പറയുന്നത്. ഇത് മലയാളം പറഞ്ഞ താത്ത എനിക്ക് മനസ്സിലാവില്ലേ? ആര് പറഞ്ഞു എന്നാ സാബിറ ജി പറയണ്ടേ? ഞാനൊക്കെ എന്നോട് പറഞ്ഞോ? അതോ എന്റെ മോന് സക്കീറൊക്കെ എന്നോട് പറഞ്ഞോ? ഇജ്ജന്നെ ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞു നടന്നാണ്ട് ആ കുറ്റം ഇപ്പൊ ഞങ്ങളെടുത്തേക്കാക്കിയോ? എത്തപ്പിച്ച് വിചാരിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് മുണ്ടാതിന്നാണി. നിങ്ങൾ എന്തിനാ രണ്ടാളും ഇങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കണത്? ഞമ്മക്കാണ് പോവുക. സാബിറ, ബുസ്റാനും മാത്രല്ലല്ലോ, ഓന് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ കാണാൻ പോകുക കെട്ടാന്ന് പറയുക ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ഓനെ മനസ്സിലപ്പൊ പണ്ടേ ഉള്ളതേന്ന് ഈ റസിയാബി. അതിപ്പൊ അടുത്ത കാലത്തല്ലേ ഞാൻ എന്നെ മനസ്സിലാക്കിയത്. അപ്പൊ ഓന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ടാടി കൊടുക്കല്ലാതെ നിവർത്തില്ലല്ലോ. അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ. അല്ലാതെ ചെത്ത കാട്ടാൻ പറ്റിയ സാബിറ. ഉമ്മ, നിങ്ങൾ ഇനി മൂത്തമാനൊന്നും പറയണ്ട. സക്കീറാക്കൂന് റസിയാബീനെ കെട്ടാ ഇഷ്ടമെങ്കിൽ സക്കീറാക്കു റസിയാബീനെ കെട്ടിക്കോട്ടെ. മൂത്തമാനൊന്നും പറയണ്ട.